അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ്. കുറേ ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയില്ല. ആ ഗ്യാപ്പിന് കയറിയതാണ്. നമ്മളിപ്പോൾ വയനാടാണുള്ളത്. വണ്ടിയെല്ലാം ഞാൻ കാണിച്ചു തരാം. കിട്ടില്ല വണ്ടിയാണ്. നമ്മളിപ്പോൾ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് മാനന്തവാടി കുറച്ചും ഉള്ളോട്ടുള്ള ഒരു കമ്പനിയിൽ വന്നിട്ടുള്ള ഈ കാപ്പിക്കുരുവാണ് ലോഡ്. ഇതാണ് നമ്മുടെ വണ്ടി. ഇതാണ് നമ്മുടെ വീട്, റൂം എല്ലാം. എൻ്റെ ബാഗ് ഇതാ, ഫോണ്. ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനത്തെ ബാഗിലാണ് നമ്മൾ ലോഡ് വരുന്നത്. ഏകദേശം പകുതി ലോഡായി. വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ 10 കിലോ വണ്ടിയാണ്. നൈസ് വണ്ടിയാണ്. AC ഒന്നുമില്ല. അതുകൊണ്ട് വേറൊരു വണ്ടി കൂടി വരുന്നുണ്ട്. 6 കിലോ വണ്ടി വരുന്നുണ്ട്. അടുത്ത ലോഡ് കയറ്റാനുള്ള വണ്ടിയാണ്. നമ്മൾ വന്നിട്ട് ഏകദേശം ഇപ്പോൾ 2-3 മണിക്കൂറായി. ഇപ്പോൾ ഫുഡ് കഴിച്ച് റെസ്റ്റിലുള്ള എല്ലാവരും, ലോഡിങ്ങുകാരെല്ലാം ഫുഡ് കഴിച്ച് റെസ്റ്റിലുള്ള. അവരിപ്പോൾ റെസ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കി കൂടി കയറ്റും. ആ ഡ്രൈവർ എനിക്കറിയാൻ തോന്നുന്നല്ലോ. അങ്ങോട്ട് വിളിക്കുന്നത് ഞാൻ ചെന്നോട്ടെ. തൂക്കാനല്ലേ ഇതുകൊണ്ട് ഇവിടെ ലെഫ്റ്റിൽ ഇവിടെ തന്നെ. കാപ്പി കൊണ്ടാ. അത് ശരി. ഇത് മംഗലാപുരം പോർട്ടിലേക്കാ. എവിടുന്നാണോ വരുന്നേ? അത് ശരി. ചെറിയൊരു ക്യാമറ. എന്നിട്ട് ഫുഡെല്ലാം കഴിച്ചാ? അത് ശരി. ക്യാമറ മര്യാദ തിരിച്ചില്ലാന്ന് തോന്നുന്നു. ഇപ്പോഴൊക്കെ ഇതൊന്നും മര്യാദ കിട്ടിയില്ലാന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ച് നേരെ ഉള്ളത്. നൈസ് വണ്ടി. 6 വീലാണെങ്കിൽ അടിപൊളി വണ്ടി. വെയിറ്റ് വെക്കാൻ പോലെ. അതാണ് വേദരിച്ച് വെയിറ്റ് വെക്കുന്ന അതവിടെ ഉണ്ട്. മറ്റേ വണ്ടിക്ക് കാപ്പിക്കുരുവല്ല ലോഡ്, തൊണ്ടാണ് ലോഡ്. ഇതിൻ്റെ കാപ്പീൻ്റെ വേസ്റ്റോ അങ്ങനെ എന്തോ ആണ്. കാര്യത്തറിനോടാ. എൻ്റെ ഫ്രണ്ടിൽ തന്നെ വണ്ടി നിർത്തിയിട്ടുണ്ട്. അല്ല, ആ ഷട്ടർ വന്നിട്ട് അതിലേ സാധനം വരും. അടിപൊളി വണ്ടിയാണിത്. ഇതൊരു ഡോർ ലൈറ്റ്സ് കൊടുക്കൊണ്ട് സെറ്റാക്കുന്നുണ്ടല്ലോ. നമ്മളിനി എപ്പോഴാണോ ലോഡായി തീരുമെന്ന് അറിയില്ല. മംഗലാപുരം പോർട്ടിലേക്കാണ് നമ്മളെ ലോഡ്. എക്സ്പോർട്ട് ക്വാളിറ്റി കാപ്പിക്കുരുവാണ്. അത്യാവശ്യം നല്ല വലിയ കമ്പനിയായിരുന്നു. ഇപ്പോൾ അടുത്ത് ഇവിടെ ഒരു മെസ്സൊക്കെ ഉണ്ട്. മെസ്സൊക്കെ പോയിട്ട് ഫുഡെല്ലാം കഴിച്ച് ഇവിടെ ഒരു കൂപ്പൺ വാങ്ങാം. 50 രൂപയുള്ളൂ. അടിപൊളി ഫുഡ്, ചോറും മീനും ഉണ്ട്. 50 രൂപക്ക് വർത്താണ്. പണിക്കാരെല്ലാം വന്നു തുടങ്ങി. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയിലും കയറ്റി തുടങ്ങും തോന്നും. എന്തായാലും ഫുള്ള് കയറട്ടെ, നല്ല വിടാം നമുക്ക്. ഈ വണ്ടീൻ്റെ ബോഡി സൈഡൊക്കെ ആക്കാൻ കഴിയും. അത് കാത്തി വെച്ചാൽ ഇത്ര കഴിച്ചിട്ട് പൊക്കാൻ നോക്കുന്നു. ടൈറ്റാന്ന് തോന്നുന്നു. കുടുങ്ങി കിടക്കാൻ തോന്നുന്നു. കുറച്ചടിച്ച് നേരാക്കാൻ. ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചു. വേണ്ട പറഞ്ഞു. ഇവരെല്ലാം ഉണ്ട്, ഈ പണിക്കാരെല്ലാം ഉണ്ട്. അപ്പുറത്ത് പൊക്കി വെച്ചിട്ടുണ്ട്. അതേമാതിരി ഇതും പൊക്കി വെക്കും. നമുക്ക് എടുക്കൊന്നുമില്ലല്ലേ. കുഞ്ഞ് സ്റ്റിയറിങ് കേട്ടോ. ഉണ്ടോ? മറ്റേനൊക്കെ വലിയല്ലേ. വീഡിയോ ചിലപ്പോൾ വലുതായിട്ട് കാണുന്നുണ്ടാവും, പക്ഷേ ഇത് ചെറുത്താണ്. നമ്മളെ മാഗ്നറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ സാധനത്തിൽ നമ്മൾ ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ എവിടെയും സെറ്റാക്കാൻ കഴിയും. ഫോണ് വെച്ച് കാണാം. ശരി, തെറിച്ച് പോകില്ലേ, ഇങ്ങനെ അവിടെ നിന്നോളും. ഒരു കുപ്പി വെള്ളം മൊത്തം കുടിച്ച് തീർത്ത്. അത്ര ചൂടാ. വയനാട് അതാണ്ട് അറിയില്ല, ഇവിടെ നല്ല ചൂടാ. ഒരെണ്ണം കൂടി വാങ്ങി അവിടെ വെച്ചിട്ടുണ്ട്. കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഇതിലുണ്ടെന്നാ പറഞ്ഞ മലയാളി. ഇപ്പോൾ ഇതെല്ലാം ചിലപ്പോഴേക്കും ഉണ്ടാവുള്ളൂ. ആരെങ്കിലും ഒരാളും കൂടി വരികയാണെങ്കിൽ ചിലപ്പോൾ കുക്കെല്ലാം ചെയ്യും. ഇതൊക്കെ ഇരുന്ന് കുക്ക് ചെയ്യാനും നോക്കട്ടെ, സാഹചര്യം പോലെ ചെയ്യും. വെള്ളത്തിൻ്റെ ഇതുണ്ട്, ഗ്യാസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉള്ളിലുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ആയി വണ്ടിയിൽ, മറ്റേ വണ്ടീനെല്ലാം അപേക്ഷിച്ച്. സാധാരണ ഇതെല്ലാം മുഴുവൻ ബെഡടിക്കും. ബെഡടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇത്രയേ ഉള്ളൂ, ഒരാൾക്ക് കിടക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ഇവിടെയും കിടക്കാം കേട്ടോ. സാധാരണ എല്ലാ വണ്ടിക്കാരും ഇവിടെയോ അവിടെയെല്ലാം കിടക്കും. രണ്ടാൾ പോകുമ്പോൾ ഇവിടെയൊക്കെ ബെഡടിച്ചിട്ട് മൊത്തം ബെഡടിച്ച് അടിപൊളിയായിരിക്കും. കാണാൻ നല്ല രസമുണ്ടാവും. അങ്ങനെയെല്ലാം കാര്യങ്ങൾ. ഗ്രില്ലുണ്ട്. ആണ് ഗ്രില്ല് ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് അവിടെ ലോക്ക് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിൻ്റെ മേലെ പേരൊക്കെ നോക്കിയാൽ 2-ാം പാപ്പാൻ. ശരിക്കും പേര് കാണുന്നില്ല. അന്നല്ലേ അന്നയാണ്. നമുക്കൊരു വണ്ടി എടുക്കുന്നുണ്ട്. കുറച്ചും കൂടി വിറകിലോട്ട് വെച്ചു കൊടുക്കണം തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ബെഡാണെന്നാണ് തോന്നുന്നത് അല്ലേ? അത് ബെഡാക്കാൻ കഴിയും. ഒരു മടക്കി വെച്ചതാണ്. ബെഡ് അവിടെ ഉണ്ട്. പോട്ടെ അവിടെ ചേർത്ത് വെച്ച് കൊടുക്കണം. നമുക്കിങ്ങനെ തന്നെ ഈ സൈഡിൽ നിന്ന് അടുക്ക് വെച്ചാൽ മതി. ഫോർക്ക് ലിഫ്റ്റ് കൊണ്ടാണ് ഇത് ലോഡ് ചെയ്യുന്നത്. എന്തായാലും ലോഡാവട്ടെ. ഇതാണ് നമ്മുടെ വണ്ടി. ഈ ഫോർക്ക് ലിഫ്റ്റ് വെച്ചിട്ടാണ് ഒരു ലോഡ് ചെയ്യുന്നത്. ഏകദേശം പകുതിയായി. വണ്ടിൻ്റെ ഫ്രണ്ടൊന്ന് കാണിക്കാം. ടയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ. ഇതാണ് വണ്ടീൻ്റെ ഫ്രണ്ടിലത്തെ ലുക്ക്. ഇവിടെ ഒരു കമ്പനി. സമയം അങ്ങനെ 4:30 എവിടെല്ലാം കയറി കഴിഞ്ഞു. നമ്മളങ്ങനെ പോക്കായി. ബില്ലെല്ലാം കിട്ടി. നമ്മളങ്ങനെ പോക്കാം. ബില്ലെല്ലാം ഓക്കെ. സാമ്പിൾ കിട്ടി. ഒന്ന് എയർ ഒന്ന് സെറ്റാക്കണം. എയർ 5 മലയുള്ള സൈഡിൽ ഇത് ക്ലൈമറ്റ് മാറി. തണുപ്പും ചൂട് ഒരുമിച്ചായിട്ട് സൗണ്ടിലൊരുമാതിരിയായി.
ഒരു ഗ്യാപ്പിലൊരു ചായ കിട്ടും ആ ക്യാൻറ്റീൻ തന്നെ. പരിപ്പ് ഇടും ചായ. ഗേറ്റ് പാസ്സൊക്കെ കൊടുത്ത് നമ്മൾ ഇറങ്ങുന്നതാണ്. റോഡ് പണി നടക്കുന്നുണ്ട്. അത് മാറ്റാണ്ട് നമുക്ക് പോകാൻ കഴിയില്ല. ഇങ്ങോട്ടോ ഇറങ്ങിയ സീനാണ്. ഇറക്കിയാൽ പൊതയാൻ ചാൻസ് ഉണ്ട്. ടണ്ണുണ്ട്, ഇങ്ങനെ വലിയുള്ളൂ. മാനന്തവാടി ടൗൺ സീന് ഫുൾ ബ്ലോക്ക്. ഇപ്പോൾ ക്യാമറയിലാണെങ്കിൽ ചാർജില്ല, ഗോപ്രോയിലാണെങ്കിൽ ചാർജില്ല. വീഡിയോ എടുക്കലെല്ലാം കുറച്ച് ടാസ്ക്കാണ്.
വയനാട് നിന്ന് കൊട്ടിയൂർ പോകുന്ന വഴി ചുരം ഇറങ്ങി നെടുമ്പൂയിൽ വഴിയാണ് പോകുന്നത്. പിന്നെ നേരെ കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം. അങ്ങനെ വെളിച്ചെല്ലാം പോയി ചുരം ഇറങ്ങി തുടങ്ങും. ചുരത്തിൽ ഫുള്ള് പോകാം, ഒന്നും കാണാൻ കഴിയും. എന്തെങ്കിലും കാണുന്നുണ്ടോ? വീഡിയോ എടുപ്പ് ഞാനിപ്പോൾ ഇവിടെ വെച്ച് നിർത്തുന്ന തൽക്കാലം. ചുരമെല്ലാം ഇറങ്ങി കഴിഞ്ഞിട്ട് ചാർജെല്ലാം ഉണ്ടെങ്കിൽ ഇതാക്കി കാണാം.